1945, August 6. 1945. August 6. 1945 ഓഗസ്റ്റ് 6. I was wearing that day. ജപ്പാനിലെ ചുക്കോഗു പ്രദേശത്തെ ഹിരോഷിമ നഗരം ഉണർന്നത് വലിയ പ്രത്യേകതയില്ലാത്ത ഒരു പ്രഭാതത്തിലേക്കാണ്. പക്ഷേ വടക്കൻ പസഫിക്കിലെ ടിനിയാൻ ദ്വീപിൽ നിന്നും ഒരു B-29 വിമാനം ആ നഗരത്തെ ലക്ഷ്യമാക്കി വരുന്നുണ്ടായിരുന്നു. രാവിലെ 8:15. And the same time I saw something drop. ഹിരോഷിമയിൽ 1000 സൂര്യചന്ദ്രന്മാർ ഒരുമിച്ചുദിച്ചുയർന്നു. അഗ്നി താണ്ഡവത്തിൽ നഗരം ഉരുകി തിളച്ചു. 1945 ഓഗസ്റ്റ് 9. Take us to secondary target, Nagasaki. ഹിരോഷിമയിലെ ദുരന്തം അന്ന് നാഗസാക്കിയിൽ ആവർത്തിക്കപ്പെട്ടു. ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ മനുഷ്യനോട് ചെയ്ത മഹാപാതകത്തിന്റെ ആഗ്നേയാസ്ത്രം 2.25 ലക്ഷം ജീവിതങ്ങളെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കി. When I remember that part of it, I just can't take it. വരുന്നു ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും കറുത്ത ദിനങ്ങളുടെ കഥ. വേൾഡ് വാർ 2. ഓഗസ്റ്റ് 6. ശാന്തമായ ആകാശവും തെളിച്ചമുള്ള പുലർവേളയുമായിരുന്നു ഹിരോഷിമയിൽ. പുലർച്ചെ 2:45 എനോളഗെ എന്ന അമേരിക്കൻ ബോംബർ വിമാനം മരണദൂതുമായി ടിനിയൻ ദ്വീപിൽ നിന്നും പറന്നുയർന്നതെന്നും പാവം ഹിരോഷിമ നിവാസികൾ അറിഞ്ഞില്ല. ജപ്പാൻ സമയം രാവിലെ 8:15 ഹിരോഷിമയുടെ ആകാശത്തിലെത്തിയ വിമാനത്തിൽ നിന്നും ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് നഗരത്തിൽ വീണുപൊട്ടി. 20,000 ടൺ TNT സ്ഫോടകശേഷിയുള്ള ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബ്. ഒന്നര ലക്ഷത്തോളം മനുഷ്യരെ നിമിഷാർദ്ധം കൊണ്ട് അമേരിക്ക ചുട്ടുചാമ്പലാക്കി. 12.5 കിലോമീറ്റർ ചുറ്റളവിൽ അഗ്നിതാണ്ഡവമാടി. ജനങ്ങൾ ഈയാംപാറ്റകളെപ്പോലെ ചാമ്പലായി. ഹിരോഷിമയിലെ ഒഹായോ നദിയിലെ ജലം തിളച്ചുമറിഞ്ഞു. രക്ഷപ്പെടാനായി നദിയിലേക്ക് ചാടിയവർ വെന്തുവെണ്ണീറായി. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി. പർവ്വത സമാനമായ പുക കൂണാകൃതിയിൽ 40,000 അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി. 1000 അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുഴറ്റിയടിച്ചു. 1.5 ലക്ഷത്തോളം പേർ നിമിഷാർദ്ധം കൊണ്ട് മരിച്ചു. ഹിരോഷിമയുടെ നടുക്കം തീരും മുൻപേ അമേരിക്കയുടെ ബോസ്കാർ എന്ന കൊലയാളി വിമാനം ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം ബോംബുമായി വീണ്ടും ജപ്പാനിലെ ആകാശത്തിലെത്തി. ആറ്റം ബോംബിന്റെ ഇരയാവാനുള്ള വിധി ഇത്തവണ നാഗസാക്കിക്കായിരുന്നു. ജപ്പാൻ സമയം രാവിലെ 11:02. 22,000 ടൺ TNT സ്ഫോടകശേഷിയുള്ള ഫാറ്റ്മാന്റെ സംഹാര താണ്ഡവത്തിൽ 39,000 പേർ തൽക്ഷണം മരിച്ചു. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിന്റെ ദുരന്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന അനവധി ആളുകളുണ്ട്. ഈ ജനങ്ങളെ ഹിബാകുഷ എന്നാണ് വിളിക്കുന്നത്. ഗുരുതരമായ പരിക്കേറ്റവരും
മാരക രോഗങ്ങളും ജനിതക വൈകല്യങ്ങളും അടക്കമുള്ള തലമുറകളോളം നീളുന്ന തീരാശാപവുമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരുമൊക്കെ ഇതിൽപ്പെടുന്നു. ഉരുറ്റി കണ്ണീരോടെയല്ലാതെ സഡാക്കോ സസാക്കി എന്ന ഹിരോഷിമക്കാരി പെൺകുട്ടിയെ ഓർക്കാനാവില്ല. ആയിരത്തി 1943 സഡാക്കോ സസാക്കി എന്ന പെൺകുട്ടി ജനിക്കുന്നത്. ലോകമഹായുദ്ധം ദുരിതം വിതച്ചുകൊണ്ടിരുന്ന കാലമാണ്. അവൾക്ക് 2 വയസ്സുള്ളപ്പോൾ 1945 ആഗസ്റ്റ് 6 അവളുടെ നഗരത്തിൽ ഹിരോഷിമയിൽ ബോംബ് വീണു. 1000 സൂര്യന്മാർ ഒരുമിച്ച് ജ്വലിക്കുന്ന അനുഭവമാണ് ദൂരെ നിന്ന് അത് കണ്ടവർ പറഞ്ഞത്. 1.5 ലക്ഷം ആളുകൾ നിമിഷങ്ങൾക്കുള്ളിൽ മരിച്ചു. സഡാക്കോയുടെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരെയായിരുന്നു ഇതുണ്ടായത്. അവളുടെ വീട്ടിലുള്ളവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ 2 വയസ്സ് മാത്രമുണ്ടായിരുന്ന സഡാക്കോ തെറിച്ചുപോയി. മുറ്റത്ത് വീണ അവളെ എടുക്കാനായി ഓടി വന്നപ്പോൾ ആസിഡ് മഴ പെയ്യാൻ തുടങ്ങി. ആണവ സ്ഫോടനങ്ങൾക്ക് ശേഷമുണ്ടാകുന്ന ആസിഡ് മഴ. അവരുടെ നാട്ടിലെ മണ്ണും കിണറും കുളവും പുഴയുമെല്ലാം വിഷമയമായി. സഡാക്കോ അപ്പോൾ രക്ഷപ്പെട്ടു. അവൾ മിടുക്കിയായി വളർന്നു. 6-ാം വയസ്സിൽ അവളെ സ്കൂളിൽ ചേർത്തു. കായിക മത്സരങ്ങളിലൊക്കെ കൊച്ചു സഡാക്കോ പങ്കെടുത്തു. നല്ല ഓട്ടക്കാരിയായിരുന്നു അവൾ. പക്ഷേ പതിയെ അവൾക്ക് പല രോഗലക്ഷണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ കണ്ടെത്തി, ആണവ വികിരണങ്ങൾ അവളെ വെറുതെ വിട്ടിരുന്നില്ല. അവൾക്ക് ലുക്കീമിയയാണ്, ബ്ലഡ് ക്യാൻസർ. സഡാക്കോ ഇനി അധികം ദിവസങ്ങൾ ജീവിക്കില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. അന്നത്തെ ആണവാക്രമണത്തെ അതിജീവിച്ച പലരും പിന്നീട് പലവിധ അസുഖം വന്ന് മരിച്ചുപോയിരുന്നു. അവളുടെ ഒരു കൂട്ടുകാരി അവളോട് പറഞ്ഞു, 1000 കടലാസ് കൊക്കിനെ ഉണ്ടാക്കിയാൽ ഏതാഗ്രഹവും സാധിക്കുമെന്ന്, രോഗം മാറി സുഖമാവുമെന്ന്. ജപ്പാനിൽ കൊക്കുകൾ വിശുദ്ധ പക്ഷികളാണ്. അവയ്ക്ക് അത്ഭുത ശക്തി ഉണ്ട് എന്നാണ് വിശ്വാസം. സഡാക്കോ പേപ്പർ ക്രേനുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. കിട്ടുന്ന കടലാസുകളൊക്കെ എടുത്ത് പേപ്പർ കൊക്കുകളെ ഉണ്ടാക്കി. മരുന്ന് പൊതിഞ്ഞു വന്ന കവറുകൾ എടുത്തുപോലും കടലാസ് കൊക്കുകളെ ഉണ്ടാക്കി. പക്ഷെ അവൾക്ക് 1000 കൊക്കുകളെ ഉണ്ടാക്കാനായില്ല. 644-ാമത്തെ കൊക്കിനെ ഉണ്ടാക്കുമ്പോൾ അവൾ മരണപ്പെട്ടു. അവളുടെ കൂട്ടുകാരികൾ അവൾക്ക് വേണ്ടി പേപ്പർ കൊക്കുകൾ ഉണ്ടാക്കി, 356 എണ്ണം. അവളുണ്ടാക്കിയ കൊക്കുകൾക്കൊപ്പം കൂട്ടുകാരികൾ ഉണ്ടാക്കിയതും ചേർത്ത് 1000 കൊക്കുകളെ സഡാക്കോയുടെ മൃതദേഹത്തോടൊപ്പം അടക്കം ചെയ്തു. പിന്നീട് സഡാക്കോ സസാക്കിയും അവരുടെ കടലാസ് കൊക്കുകളും സമാധാനത്തിന് പ്രതീകമായി. ലോകമെങ്ങുമുള്ള കുട്ടികൾ പേപ്പർ ക്രേനുകൾ ഉണ്ടാക്കി. രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വച്ച് ഹിരോഷിമയിലെയും നാഗാസാക്കിയിലെയും ബോംബാക്രമണങ്ങളെ അതിജീവിച്ച മനുഷ്യൻ്റെ കഥയാണത്. സുട്ടോമു യമാഗുചി എന്ന 29കാരൻ 1945 ഓഗസ്റ്റ് 6 ഒരു ബിസിനസ് ആവശ്യവുമായിട്ടായിരുന്നു ഹിരോഷിമയിൽ നിന്നിരുന്നത്. ജപ്പാൻ വമ്പനായ മിറ്റ്സുബുഷി ഹെവി ഇൻഡസ്ട്രീസിൻ്റെ ബിസിനസ് ആവശ്യമായിരുന്നു അത്. എന്നാൽ ഇതിനിടയിലാണ് 13 കിലോ ടണ്ണുള്ള ലിറ്റിൽ ബോയ് എന്ന ബോംബ് ഹിരോഷിമ നഗരത്തിന് മുകളിൽ വെച്ച് പൊട്ടിത്തെറിച്ചത്. ആകാശത്ത് മിന്നലേൽക്കുന്നത് പോലെ അത് ഹിരോഷിമ നഗരത്തെ മൂടുകയുണ്ടായി. മനുഷ്യർ കത്തിയമർന്നു. ദൂരെയുള്ളവർ പൊള്ളലുകളും പരിക്കുമേറ്റ് പിടഞ്ഞു വീണു. ഉഗ്രസ്ഫോടനത്തിൽ ബോധം പോയ സുട്ടോമു യമാഗുചിയും എത്രയോ സമയത്തിന് ശേഷമാണ് എണീറ്റത്. അയാളെ താൽക്കാലിക അന്ധത പിടികൂടിയിരുന്നു. എങ്കിലും അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ശരീരത്തിനേറ്റ പൊള്ളലുകളും നഷ്ടപ്പെട്ട കേൾവിശക്തിയുമായി അയാളെ ആശുപത്രിയിലെത്തിച്ചു. ചികിത്സയ്ക്കപ്പുറം തൻ്റെ വീടിരിക്കുന്ന നാഗാസാക്കിയിലേക്ക് അയാൾ യാത്ര ചെയ്തു. ഓഗസ്റ്റ് 8 നാഗാസാക്കിയിലെത്തിയപ്പോൾ തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് 9 നാഗാസാക്കിയെയും ചുട്ടരിച്ചുകൊണ്ട് വീണ്ടും ഒരു ആറ്റം ബോംബ് പതിക്കുകയുണ്ടായി. ആ അപകടത്തിലും അത്ഭുതകരമായി രക്ഷപ്പെട്ട സുട്ടോമു യമാഗുചിയും കുടുംബവും പിന്നീടുള്ള കുറേ കാലം ബോംബ് ഷെൽട്ടറിൽ ജീവിച്ചു. സ്വാഭാവികമായും ജപ്പാൻ കീഴടങ്ങുകയും 2ാം ലോക മഹായുദ്ധം തന്നെ അവസാനിക്കുകയും ചെയ്തു. പൊള്ളലുകളിൽ നിന്നും റേഡിയേഷൻ ബുദ്ധിമുട്ടുകളിൽ നിന്നും മുക്തനായ സുട്ടോമു യമാഗുചി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും അധ്യാപകനായും മിറ്റ്സുബുഷിയിൽ തന്നെയും ജോലി ചെയ്തുമൊക്കെ ജീവിക്കുകയുണ്ടായി. സുട്ടോമു യമാഗുചി ആരോഗ്യവാനായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും കാലക്രമേണ ക്യാൻസർ ബാധിച്ച് മരിക്കുകയുണ്ടായി. ന്യൂക്ലിയർ ആയുധങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിലും മറ്റും പങ്കാളിയായ സുട്ടോമു സ്റ്റൊമക് ക്യാൻസർ ബാധിച്ച് 2010 മരണപ്പെട്ടത്. അതിനു മുന്നേ അദ്ദേഹം ഉൾപ്പെട്ട ഡോക്യുമെൻ്ററിയിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി,
ഞാൻ മരിച്ചാലും അറ്റോമിക് ബോംബിൻ്റെ ഭയാനക ചരിത്രം വരും തലമുറയ്ക്ക് ഇതിലൂടെ അറിയാൻ പറ്റുമല്ലോ എന്നത് തന്നെ. ലോകം ഒന്നാകെ വിറച്ച ഒരായുധം, ഇനി ഒരിക്കലും പ്രയോഗിക്കപ്പെടാതിരിക്കാൻ എല്ലാ ലോകരാജ്യങ്ങളെയും കൈകോർക്കാൻ പ്രേരിപ്പിച്ച ആയുധം, ലോകമഹായുദ്ധത്തിന് വിരാമമിട്ട ആയുധം, ലോക ചരിത്രത്തെ മാറ്റിമറിച്ച ആ ആയുധത്തിന്റെ പേര് ആറ്റം ബോംബ് എന്നായിരുന്നു. ഭൂമിയെയും മനുഷ്യരാശിയെയും തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഈ ആണവായുധത്തിന്റെ പിതാവിനെ പറ്റി ക്രിസ്റ്റഫർ നോളൻ ഒരു സിനിമ എടുക്കുന്നു. സിനിമാസ്വാദകർക്ക് കാത്തിരിക്കാൻ ഇതിലധികം എന്തു വേണം? പക്ഷേ ഓപ്പൻഹൈമർ എന്ന ചിത്രം ഒരു നോളൻ എക്സ്പെരിമെന്റ് മാത്രമായിരിക്കില്ലെന്ന് ചിലർക്കെങ്കിലും അറിയാം. അത് മനുഷ്യരാശി ഒന്നിൽ നിന്ന് തുടങ്ങിയതിന്റെ ചരിത്രമാണ്. ഇന്നു കാണുന്ന നമ്മൾ വന്ന വഴിയാണ്. സ്കൂളുകളിൽ കാണാപാഠം പഠിക്കുന്ന E=mc² എന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ഇക്വേഷൻ രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച കഥ കൂടിയാണ്. 1932 കാലഘട്ടത്തിലാണ് ന്യൂക്ലിയർ റിയാക്ഷൻ മനുഷ്യന്റെ നിയന്ത്രണത്തിൽ സംഭവിപ്പിക്കാനാകുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ നടക്കുന്നത്. ഇതേ വർഷം തന്നെ ന്യൂട്രോണും കണ്ടെത്തി. ശാസ്ത്രലോകം ഇത് സംബന്ധിച്ച പരീക്ഷണങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. തൊട്ടടുത്ത വർഷം 1933 ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിലെത്തി. വംശീയതയും ജൂതവേട്ടയും പിടിച്ചടക്കലുമെല്ലാമായി ലോകത്തിന്റെ സമാധാനം വീണ്ടും താളം തെറ്റി തുടങ്ങി. രാജ്യങ്ങൾ പരസ്പരം പോരടിക്കാനും മത്സരിക്കാനും ആരംഭിച്ചു. 1934 ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ എൻറിക്കോ ഫെർമി ആറ്റങ്ങളും മൂലകങ്ങളും ഉപയോഗിച്ച് നടത്തുന്ന ഒരു പരീക്ഷണത്തിനിടെ യുറേനിയത്തിനെ സ്പ്ലിറ്റ് ചെയ്യാനാകുന്നുണ്ടെന്ന് കണ്ടെത്തി. എന്നാൽ പരിമിതമായ അറിവുകളും ടീമംഗങ്ങളുടെ താല്പര്യക്കുറവും കാരണം എൻറിക്കോ ഫെർമിക്ക് ഇത് സംബന്ധിച്ച പരീക്ഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ പൂർത്തിയാക്കാനോ കഴിഞ്ഞില്ല. അപ്പോഴേക്ക് രണ്ടാം ലോക മഹായുദ്ധം രൂക്ഷമാകാനും ജർമ്മനി ഏറെക്കുറെ മേൽക്കൈ നേടാനും തുടങ്ങിയിരുന്നു. അങ്ങനെയിരിക്കെയാണ് മറ്റൊരു പുതിയ കാര്യം ചില ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സാവധാനം ചലിക്കുന്ന ഒരു ന്യൂട്രോൺ ഉപയോഗിച്ച് യുറേനിയം 235നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത് 2 റേഡിയമായി മാറുന്നു എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ റേഡിയമായിട്ടല്ല, മറിച്ച് ബേരിയമായിട്ടാണ് ഇത് മാറുന്നതെന്ന് 4 ശാസ്ത്രജ്ഞർ കണ്ടെത്തി. അതായത് സ്പ്ലിറ്റിംഗ് നടക്കുമ്പോൾ 2ആയി പിരിഞ്ഞ് പുതിയ 2 ന്യൂട്രോണുകൾ ഉണ്ടാവുകയും ഈ ന്യൂട്രോണുകൾ ഇതിലുള്ള ഇലക്ട്രോണുകളെ വലിച്ചെടുത്ത് ഒരു ചെയിൻ റിയാക്ഷനായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് ഇവർ തിരിച്ചറിഞ്ഞു. ഐൻസ്റ്റീന്റെ സിദ്ധാന്തം അനുസരിച്ച് പറഞ്ഞാൽ മാസിൽ ചെറിയൊരു വ്യത്യാസമാണ് ഉണ്ടാകുന്നതെങ്കിലും അത് പുറത്തുവിടുന്ന ഊർജത്തിന്റെ അളവ് വളരെ വലുതായിരിക്കും. അതായത് യുറേനിയം 235നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ന്യൂക്ലിയർ ഫിഷൻ അഥവാ അണുവിഘടനം സംഭവിക്കുകയും വളരെ കൂടുതൽ അളവിൽ ഊർജം പുറത്തുവിടുകയും ചെയ്യുന്നു. ആറ്റത്തിന്റെ കേന്ദ്രം വിഘടിച്ച് 2ഓ അതിലധികമോ അണുകേന്ദ്രങ്ങളായി മാറുന്ന പ്രക്രിയയാണ് അണുവിഘടനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ. വൈകാതെ ഈ പരീക്ഷണവും ഇത് സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവരികയും ശാസ്ത്രലോകം ഇത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകളിലേക്കും പരീക്ഷണങ്ങളിലേക്കും തിരിയുകയും ചെയ്തു. അപ്പോഴാണ് താൻ നടത്തിയ പരീക്ഷണത്തിലും സംഭവിച്ചത് ഇതേ കാര്യമാണെന്ന് എൻറിക്കോ ഫെർമി മനസ്സിലാക്കിയത്. ഒപ്പം മറ്റൊരു ചോദ്യവും അദ്ദേഹത്തിന്റെ തലയിൽ ഉദിച്ചു. ന്യൂക്ലിയർ ഫിഷൻ വഴി പുറത്തുവരുന്ന അപാരമായ ഈ ഊർജ്ജത്തെ നിലനിർത്താനും നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനും കഴിയുന്ന തരത്തിൽ മാറ്റാൻ സാധിക്കുമോ എന്നായിരുന്നു ആ ചോദ്യം. ഇത് സംബന്ധിച്ച പരീക്ഷണങ്ങളിലേക്ക് ഫെർമിയും കടന്നു. എന്നാൽ ലിയോസ് ലിസാർഡ് എന്ന മറ്റൊരു ശാസ്ത്രജ്ഞൻ ഈ ചോദ്യത്തിന്റെ മറ്റൊരു വശമാണ് കണ്ടത്. ന്യൂട്രോണുകൾ സ്പ്ലിറ്റായി ചെയിൻ റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന ഈ ഊർജം ഒറ്റയടിക്ക് പുറത്തെത്തിയാൽ അതൊരു മാരകമായ ആണവായുധമായി മാറും, പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധം പോലൊരു നിർണായകമായ കാലത്ത്. ഇക്കാര്യം തിരിച്ചറിഞ്ഞതോടെ ശാസ്ത്രജ്ഞർ ആശങ്കയിലും പരിഭ്രാന്തിയിലുമായി. ഇതിന്റെ അപകടം അമേരിക്കൻ പ്രസിഡന്റിനെ ബോധിപ്പിക്കാൻ ചിലർ ശ്രമിച്ചു. അതിന് കഴിയാതെ വന്നപ്പോൾ ലിയോസ് ലിസാർഡ് നേരിട്ട് പോയി സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീനെ കണ്ടു. കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. അമേരിക്കയ്ക്ക് മുമ്പ് ഈ ആണവായുധം ജർമ്മനി കണ്ടെത്തിയാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചും അദ്ദേഹം അറിയിച്ചു. തന്റെ സമവാക്യമാണ് ഇത്രയും വലിയൊരു നശീകരണത്തിന് കാരണമാകാൻ പോകുന്നത് എന്നറിഞ്ഞ ഐൻസ്റ്റീൻ അന്നത്തെ US പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന് കത്തയച്ചു. ചെറിയൊരു തോണിയിൽ കയറ്റിവിട്ട് സ്ഫോടനം നടത്തിയാൽ ആ തുറമുഖം മുഴുവൻ അടിയോടെ നശിപ്പിക്കാനുള്ള ശേഷി ഈ അണുബോംബിനുണ്ട്. റൂസ്വെൽറ്റിന് അയച്ച കത്തിൽ ഐൻസ്റ്റീൻ പറയുന്നത് ഇങ്ങനെയാണ്. കാര്യങ്ങളുടെ ഗൗരവം തിരിച്ചറിഞ്ഞ റൂസ്വെൽറ്റ് അഡ്വൈസറി കമ്മിറ്റി ഓഫ് യുറേനിയം എന്ന പേരിൽ ഉടൻ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. പക്ഷേ വിചാരിച്ചതുപോലെ ഈ കമ്മിറ്റിക്ക് കാര്യങ്ങൾ കണ്ടെത്താനായില്ല. അതോടെ ഇത് പിരിച്ചുവിട്ട് പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കി. നാഷണൽ റിസർച്ച് ഡിഫൻസ് കൗൺസിൽ എന്നായിരുന്നു ഇതിന്റെ പേര്. നേരിട്ട് ആർമിയുടെ കീഴിലായിരുന്ന പുതിയ കമ്മിറ്റിയുടെ തലപ്പത്ത് ബ്രിഗേഡിയർ ജനറൽ ലെസ്ലി ഗ്രൂവ്സൺ നിയമിക്കപ്പെട്ടു. രാജ്യത്തിന്റെ സുരക്ഷ പരിഗണിച്ച് അതീവ രഹസ്യ സ്വഭാവമുണ്ടായിരുന്ന ഈ പ്രോജക്റ്റ് ആളുകൾക്ക് മുന്നിൽ മറ്റൊരു പേരിലാണ് അറിയപ്പെട്ടത്.
ദി മാൻഹട്ടൻ പ്രോജക്റ്റ്. പദ്ധതിയിലേക്ക് കൂടുതൽ ശാസ്ത്രജ്ഞരെ ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ചു. ഈ സമയത്താണ് ന്യൂക്ലിയർ റിസർച്ചിൽ അതീവ തൽപരനായിരുന്ന ഒരു ശാസ്ത്രജ്ഞനെ ഇതിലേക്ക് ക്ഷണിക്കാൻ പദ്ധതിയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞനായ ഏണസ്റ്റ് ലോറൻസ് ആഗ്രഹിക്കുന്നതും അതിനായി അപേക്ഷ നൽകുന്നതും. പുതിയ ശാസ്ത്രജ്ഞൻ തീർച്ചയായും തങ്ങളുടെ പദ്ധതിക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ അതോറിറ്റി ആ ശാസ്ത്രജ്ഞനെ തങ്ങളുടെ പ്രോജക്റ്റിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു ജെ. റോബർട്ട് ഓപ്പൻഹൈമർ. ഇതുവരെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് മറ്റു ചിലതുകൂടി അവർ കണ്ടെത്തിയിരുന്നു. യുറേനിയത്തിനെ ഡ്യൂട്ടേറിയം ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പ്ലൂട്ടോണിയം ഉണ്ടാകുന്നുണ്ട്. യുറേനിയവും പ്ലൂട്ടോണിയവും ഫീസിബിൾ എലമെന്റ്സ് ആയതിനാൽ രണ്ടിനെയും സ്ലോ മൂവിംഗ് ന്യൂട്രോൺസ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യാനാവുകയും വളരെ എളുപ്പത്തിൽ അവിടെ വലിയൊരു ചെയിൻ റിയാക്ഷൻ സംഭവിക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു ആ കണ്ടെത്തൽ. പിന്നീട് കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിൽ നീങ്ങാൻ തുടങ്ങി. അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമായി ചിതറിക്കിടന്നിരുന്ന ഈ പ്രോജക്റ്റിനെ ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കാൻ തീരുമാനമായി. മൊത്തം പ്രോജക്റ്റിന്റെ മേൽനോട്ടം ജനറൽ ലെസ്ലി ഗ്രൂവ്സൺ ഏറ്റെടുത്തപ്പോൾ റിസർച്ച് ഹെഡായി ഓപ്പൻഹൈമർ ചുമതലയേറ്റു. പരീക്ഷണം നടത്താൻ ആൾതാമസമോ കെട്ടിടങ്ങളോ ഒന്നുമില്ലാതിരുന്ന വിശാലമായൊരു ഭൂപ്രദേശം അവർക്ക് ആവശ്യമായിരുന്നു. ഇതിനായി ഓപ്പൻഹൈമർ ന്യൂ മെക്സിക്കോയിലെ വലിയ മരുഭൂമി പ്രദേശമായ ലോസ് ആൽമോസ് നിർദ്ദേശിച്ചു. അവിടേക്ക് മാൻഹട്ടൻ പ്രോജക്ട് സംഘമെത്തി. ലോകം അപ്പോഴും ഇക്കാര്യത്തെക്കുറിച്ച് അജ്ഞരായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെ കീഴിൽ വരുന്ന ഒരു പ്രോജക്റ്റ് എന്ന ലേബലിലാണ് ഇവർ തങ്ങളുടെ പദ്ധതി മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരുന്നത്. 1,30,000 പേർ പങ്കെടുത്ത ഈ പ്രോജക്റ്റിന്റെ യഥാർത്ഥ ലക്ഷ്യവും ഉദ്ദേശവും അറിയാമായിരുന്ന ആളുകൾ വിരലിൽ എണ്ണാവുന്നവർ മാത്രമായിരുന്നു. പരീക്ഷണത്തിനായി വലിയ അളവിൽ യുറേനിയവും പ്ലൂട്ടോണിയവും ആവശ്യമുണ്ട്. യുറേനിയം പ്രകൃതിയിൽ നിന്ന് എടുക്കാനാകും, പക്ഷെ പ്ലൂട്ടോണിയം എടുക്കുന്നത് യുറേനിയത്തിൽ നിന്നാണ്. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നായി വലിയ അളവിൽ യുറേനിയം ഇവിടേക്ക് എത്തിച്ചു. ഏണസ്റ്റ് ലോറൻസിന്റെ മേൽനോട്ടത്തിൽ കലൂട്രോൺ എന്ന ഉപകരണം ഉപയോഗിച്ച് യുറേനിയത്തെ സ്പ്ലിറ്റ് ചെയ്തു. യുറേനിയം 233, യുറേനിയം 235 എന്നിങ്ങനെ 2 തരം യുറേനിയത്തിൽ ന്യൂക്ലിയർ ഫിഷൻ ഉണ്ടായി പൊട്ടിത്തെറി ഉണ്ടാക്കുന്നത് യുറേനിയം 235 ആണ്. അങ്ങനെ 2 അണുബോംബുകൾ മാൻഹട്ടൻ പ്രോജക്റ്റിന്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടു. യുറേനിയം 235 ഉപയോഗിച്ചുകൊണ്ടുള്ള ലിറ്റിൽ ബോയ്, സ്പ്ലിറ്റ് ചെയ്യപ്പെട്ട യുറേനിയത്തിൽ നിന്ന് ലഭിക്കുന്ന പ്ലൂട്ടോണിയം കൊണ്ടുണ്ടാക്കിയ ഫാറ്റ്മാൻ. അപ്പോഴാണ് മറ്റു ചില പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നത്. ക്രിട്ടിക്കൽ മാസ് കടന്നുകഴിഞ്ഞാൽ എന്തായാലും പൊട്ടിത്തെറിക്കുന്ന മൂലകമാണ് യുറേനിയം. അതുകൊണ്ട് തന്നെ ലിറ്റിൽ ബോയ് ലക്ഷ്യം കാണുമെന്ന് ഉറപ്പാണ്. പക്ഷെ പ്ലൂട്ടോണിയത്തിന്റെ കാര്യം അങ്ങനെയല്ല. അവിടെ എക്സ്പ്ലോഷൻ പ്രായോഗികമല്ല, മറിച്ച് ഇംപ്ലോഷൻ ആണ് നടക്കേണ്ടത്. അതായത് യുറേനിയത്തിൽ നടക്കുന്ന എക്സ്പ്ലോഷന്റെ ആഘാതം പ്ലൂട്ടോണിയത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലുകയും ഇതുമൂലം പ്ലൂട്ടോണിയത്തിന്റെ അന്തർഭാഗം യഥാർത്ഥ വലിപ്പത്തെക്കാൾ 30 മുതൽ 40% വരെ ചുരുങ്ങി ക്രിട്ടിക്കൽ മാസിനെ മറികടക്കുകയും ചെയ്താലേ ചെയിൻ റിയാക്ഷൻ സംഭവിച്ച് പൊട്ടിത്തെറി സംഭവിക്കുകയുള്ളൂ. ഇത് ശാസ്ത്രജ്ഞർക്ക് വെല്ലുവിളിയായി. അങ്ങനെ പ്ലൂട്ടോണിയം ബേസ്ഡ് ആയ ബോംബ് പൊട്ടിത്തെറിക്കുമോ എന്ന് പരീക്ഷിക്കാനായി അവർ ഒരു ടെസ്റ്റ് നടത്തി. ഈ ടെസ്റ്റിന്റെ പേരായിരുന്നു ട്രിനിറ്റി ടെസ്റ്റ്. ഇതിനായി പ്ലൂട്ടോണിയം ബേസ് ചെയ്ത് ഗാഡ്ജറ്റ് എന്ന പേരിൽ പുതിയൊരു ബോംബ് നിർമ്മിച്ചു. ഇംപ്ലോഷൻ നടക്കത്തക്ക രീതിയിൽ ഈ ബോംബ് ഡിസൈൻ ചെയ്ത് പൂർത്തിയാക്കിയത് റോബർട്ട് എഫ് ക്രിസ്റ്റിയും എഡ്വേർഡ് ടെല്ലറും ചേർന്നാണ്. 6.5 കിലോ പ്ലൂട്ടോണിയമാണ് ഗാഡ്ജറ്റ് നിർമ്മിക്കാൻ ഉപയോഗിച്ചത്. വലിയൊരു ഗോളത്തെ 2 അർദ്ധഗോളങ്ങളാക്കി മാറ്റിയാണ് ഇതുണ്ടാക്കിയത്. പക്ഷെ അപ്പോഴും ഇത് പൊട്ടിത്തെറിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് അവർക്ക് ആർക്കും പൂർണ്ണമായ ധാരണയുണ്ടായിരുന്നില്ല. പരീക്ഷണത്തെക്കുറിച്ച് പുറം ലോകം അറിയാൻ പാടില്ലാത്തതിനാൽ ഇതിന്റെ ആദ്യഘട്ടമായി 100 ടൺ വെടിമരുന്ന് കുറച്ചു മാറിയൊരു സ്ഥലത്ത് ഒന്നിച്ചു പൊട്ടിച്ചു. അപ്പോഴുണ്ടായ സ്ഫോടനം 6 കിലോമീറ്റർ വരെ ദൂരത്തേക്ക് മഷ്റൂം സ്മോക്ക് ഉണ്ടാക്കി. ഇത് കണ്ട ഓപ്പൻഹൈമർ വലിയ ആശങ്കയിലായി. വെടിമരുന്നിന് ഇത്ര വലിയ സ്ഫോടനം ഉണ്ടാക്കാനാകുമെങ്കിൽ തങ്ങൾ നിർമ്മിച്ച പ്രോട്ടോടൈപ്പ് പൊട്ടിത്തെറിച്ചാൽ സൂര്യനിൽ സംഭവിക്കുന്ന അതേ ന്യൂക്ലിയർ ഫ്യൂഷൻ ഭൂമിയിൽ ഉണ്ടായാലോ എന്ന് അദ്ദേഹം ഭയക്കാൻ തുടങ്ങി. ഭൗമാന്തരീക്ഷത്തിലെ ഹൈഡ്രജനോ ഓക്സിജനോ നൈട്രജനോ ഈ ഊർജത്തിന്റെയും താപത്തിന്റെയും ഫലമായി ന്യൂക്ലിയർ ഫ്യൂഷന് വിധേയപ്പെടുമോ എന്ന ചിന്ത ഓപ്പൻഹൈമറെ അസ്വസ്ഥനാക്കി. പക്ഷെ ശാസ്ത്രീയമായി അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതിനാൽ ട്രിനിറ്റി ടെസ്റ്റ് നടക്കുക തന്നെ ചെയ്തു. 1945 ജൂലൈ 15 നടത്താൻ തീരുമാനിച്ചെങ്കിലും കാലാവസ്ഥ ശരിയല്ലാത്തതിനാൽ പിറ്റേ ദിവസമായ ജൂലൈ 16 ടെസ്റ്റ് നടന്നത്. ഏകദേശം 400ഓളം പേർ പരീക്ഷണ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പൊട്ടിത്തെറിച്ചാൽ ഉണ്ടാകാവുന്ന ആഘാതത്തെക്കുറിച്ചോ ഉണ്ടാകാൻ പോകുന്ന പരിണിത ഫലങ്ങളെക്കുറിച്ചോ ആർക്കും കൃത്യമായ അറിവില്ല. എല്ലാവരും പരമാവധി ദൂരേക്ക് മാറി നിന്നു. ഓപ്പൻഹൈമർ അടക്കമുള്ള പലരും പ്രത്യേക തരത്തിലെ കറുത്ത കണ്ണട ധരിച്ചു. ഏകദേശം 5:30 മണിയോടെ ബോംബ് ആക്റ്റീവായി. സെക്കൻഡിന്റെ 10,000-1 സമയം കൊണ്ട് ചെയിൻ റിയാക്ഷൻ സംഭവിച്ചു. ബോംബ് പൊട്ടിത്തെറിച്ചു. അതായിരുന്നു ലോകം കണ്ട ആദ്യ ന്യൂക്ലിയർ ടെസ്റ്റ്. 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചതുപോലെയുള്ള ഒരു കനത്ത പ്രകാശം അവിടെ ഉണ്ടായി. ഈ വെളിച്ചം 1 മിനിറ്റോളം നീണ്ടുനിന്നു. പ്രകാശം കണ്ട് 40 സെക്കൻഡുകൾ കഴിഞ്ഞാണ് ഭൂമി കുലുങ്ങുന്നതുപോലെയുള്ള ശബ്ദം അവർ കേട്ടത്. വെളിച്ചത്തിനൊപ്പം പുറത്തേക്ക് വന്ന ചൂടിൽ പലർക്കും ശരീരം പൊള്ളി അടരുന്നതായി തോന്നി. നഗ്നമായ കണ്ണുകൾ കൊണ്ട് ഈ കാഴ്ച കണ്ട പലർക്കും ദിവസങ്ങളോളം കാഴ്ച പൂർണ്ണമായും നഷ്ടമായി. ബോംബ് പൊക്കി കയറ്റാനുണ്ടാക്കിയ ടവർ അടക്കം ചുറ്റുമുള്ളതെല്ലാം നാമാവശേഷമായി.
സ്ഫോടനം നടന്ന സ്ഥലത്ത് പച്ച നിറത്തിൽ ഗ്ലാസ് കഷ്ണങ്ങൾ തെറിച്ചു കിടന്നിരുന്നു. ചൂട് കാരണം അടിയിലുണ്ടായിരുന്ന കല്ലും മണ്ണും ഉരുകി ഒന്നിച്ചായ ഈ ഗ്ലാസിനെ അവർ ട്രിനിറ്റൈറ്റ് എന്ന് വിളിച്ചു. 60 കിലോമീറ്റർ ദൂരത്തുള്ളവർ പോലും ഈ കാഴ്ച കണ്ടു. ലോകം ഇതിനെക്കുറിച്ച് ചർച്ചകൾ തുടങ്ങി. അബദ്ധത്തിൽ സംഭവിച്ച അപകടമായിരുന്നു എന്ന് അമേരിക്ക മറ്റ് ലോകരാജ്യങ്ങളോട് പറഞ്ഞു. എന്നാൽ ഇതോടെ പരീക്ഷണത്തിൽ പങ്കെടുത്ത ശാസ്ത്രജ്ഞർ 2 തട്ടായി തിരിഞ്ഞു. തങ്ങളുടെ പരീക്ഷണം വിജയിച്ചെന്നും ഇനി ഇത് ആർക്കു നേരെ പ്രയോഗിക്കണമെന്ന കാര്യത്തിൽ മാത്രം തീരുമാനമെടുത്താൽ മതിയെന്നും ഒരു വിഭാഗം പറഞ്ഞപ്പോൾ ഈ പരീക്ഷണം പ്രാവർത്തികമായാൽ സംഭവിക്കാൻ പോകുന്ന അളക്കാനാവാത്ത ദുരന്തത്തെക്കുറിച്ചോർത്ത് മറ്റൊരു വിഭാഗം ഭയത്തിലായി. ആൽഫ, ബീറ്റ മുതൽ ഗാമ കിരണങ്ങൾ വരെ പുറത്തു വരുന്ന ഈ എക്സ്പ്ലോഷൻ ഭൂമിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചോർത്ത് അവർ കഠിനമായി വേദനിച്ചു. ഇത്രയുമായതോടെ ലോകത്തിന്റെ അന്തകനാകാൻ പോകുന്ന ഒന്നിനെയാണ് താൻ സൃഷ്ടിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ ഓപ്പൻഹൈമർ വല്ലാതെ തകർന്നു. ചിലർ ചിരിച്ചു, ചിലർ കരഞ്ഞു, അധികം പേരും നിശബ്ദരായിരുന്നു. ഭഗവത്ഗീതയിലെ വരികൾ എനിക്ക് ഓർമ്മ വരുന്നു. തന്റെ വിശ്വരൂപം കാട്ടിക്കൊടുത്ത് അർജുനനെ കൊണ്ട് അദ്ദേഹത്തിന്റെ ധർമ്മം ചെയ്യിക്കാൻ ശ്രമിക്കുമ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, ഇപ്പോൾ ഞാൻ മരണമായി തീർന്നിരിക്കുന്നു, ഈ ലോകത്തിന്റെ അന്തകൻ. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളെല്ലാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഓപ്പൻഹൈമർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ട്രിനിറ്റി ടെസ്റ്റ് നടന്ന് കൃത്യം 20 ദിവസങ്ങൾക്ക് ശേഷം ആഗസ്റ്റ് 6-ന് ജപ്പാനിലെ ഹിരോഷിമയുടെ ഹൃദയത്തിലേക്ക് യുറേനിയം ബേസ്ഡ് ബോംബായ ലിറ്റിൽ ബോയ് വന്നു വീണു. എനോള ഗേ എന്നു പേരുള്ള B-29 വിമാനമാണ് ആ ബോംബ് വഹിച്ചിരുന്നത്. അതിന്റെ ഞെട്ടൽ മാറും മുമ്പ് 3 ദിവസങ്ങൾക്കപ്പുറം ബോക്സ് കാർ എന്ന ബോംബർ വിമാനം നാഗസാക്കിയെ ലക്ഷ്യമാക്കി കുതിച്ചു. ലിറ്റിൽ ബോയിയേക്കാൾ നശീകരണ ശേഷി കൂടിയ പ്ലൂട്ടോണിയം ബോംബ് ഫാറ്റ്മാൻ നാഗസാക്കിയിലേക്ക് പതിച്ചു. ലോകരാജ്യങ്ങൾ നടുങ്ങി. കൃത്യം 6 ദിവസം കഴിഞ്ഞ് ആഗസ്റ്റ് 15-ന് ജപ്പാൻ കീഴടങ്ങി. വർഷങ്ങൾ നീണ്ടുനിന്ന 2ാം ലോക മഹായുദ്ധത്തിന് തിരശീല വീണു. ഒരിക്കൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, 3ാം ലോക മഹായുദ്ധം ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചായിരിക്കും നിങ്ങൾ പോരാടുക എന്ന് എനിക്കറിയില്ല. എന്നാൽ 4ാം ലോക മഹായുദ്ധത്തിൽ കമ്പുകളും കല്ലുകളുമായിരിക്കും നിങ്ങളുടെ ആയുധങ്ങൾ. അതെ, 3ാം ലോക യുദ്ധത്തിൽ തീർച്ചയായും ആണവായുധം പ്രയോഗിക്കപ്പെടുകയും മനുഷ്യരാശി ഇല്ലാതാവുകയും ചെയ്താൽ അടുത്ത തലമുറ പിന്നെ ഒന്നിൽ നിന്നായിരിക്കും വീണ്ടും തുടങ്ങുക. I remembered the line from the Hindu scripture, the Bhagavad Gita. Vishnu is trying to persuade the prince that he should do his duty, and to impress him takes on his multi-armed form and says, "Now I am become death, the destroyer of worlds." ഞാൻ മരണമായി കഴിഞ്ഞു, ലോകങ്ങൾ നശിപ്പിക്കുന്നവൻ. ആറ്റം ബോംബിന് രൂപം നൽകിയ ഗവേഷക സംഘത്തിന്റെ തലവൻ ജെ റോബർട്ട് ഓപ്പൻഹൈമറുടെ ചരിത്രപ്രസിദ്ധമായ വാക്കുകളാണിവ. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ അതേ വാക്കുകൾ. ലോകത്തിന്റെ തീരാ കണ്ണീരൊപ്പാൻ ഈ വാക്കുകൾക്ക് തെല്ലും ശേഷിയുണ്ടായിരുന്നില്ല. കാരണം ഹിരോഷിമയ്ക്കും നാഗസാക്കിക്കും ആ കണ്ടുപിടുത്തം ഏൽപ്പിച്ച പ്രഹരം തീർത്തും ഭയാനകമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടിട്ടും തോൽവി സമ്മതിക്കാത്ത ജപ്പാനെ മുട്ടുകുത്തിക്കാൻ അമേരിക്ക പുറത്തെടുത്തത് ആറ്റം ബോംബുകളായിരുന്നു. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ലിറ്റിൽ ബോയ് എന്നു പേരുള്ള അണുബോംബ് ഹിരോഷിമയിൽ പതിച്ചു. 3 മിനിറ്റ്, അതിനുള്ളിൽ 70,000-ലേറെ മനുഷ്യർ കരിഞ്ഞുപോയി. 13 കിലോമീറ്റർ ചുറ്റളവ് ചാരമായി. 2500 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടിൽ നഗരം ഉരുകിത്തെളിച്ചു. 3 ദിവസം ഹിരോഷിമ കത്തി. അണുവികിരണം 1.35 ലക്ഷം പേരുടെ ജീവനെടുത്തു. നഗരത്തിലെ 90% ഡോക്ടർമാരും നഴ്സുമാരും കൊല്ലപ്പെട്ടു. ആശുപത്രികളും ചാരമായി. അവശേഷിച്ച മനുഷ്യജീവനുകൾ വെന്തുപൊള്ളിയ ശരീരവുമായി ചികിത്സ കിട്ടാതെ ഓടിയും ഇഴഞ്ഞും നടക്കുന്ന കാഴ്ചയായിരുന്നു പിന്നെ. ലക്ഷക്കണക്കിന് പേർക്ക് മാരക രോഗങ്ങൾ പിടിപെട്ടു. പിന്നെ അണുവികിരണം സമ്മാനിച്ച നൂറ്റാണ്ടുകൾ നീണ്ട കെടുതികൾ. തീർന്നില്ല. 3 ദിവസത്തിന് ശേഷം ഫാറ്റ്മാൻ എന്ന് വിളിപ്പേരുള്ള അണുബോംബ് നാഗസാക്കിയിൽ പതിച്ചു. ഹിരോഷിമയിലെ അതേ തീവ്രതയോടെ എല്ലാം അവിടെയും ആവർത്തിക്കപ്പെട്ടു. ഓഗസ്റ്റ് 14-ന് കീഴടങ്ങിയതായി ജപ്പാൻ പ്രഖ്യാപിച്ചു. ആണവ ഗവേഷണത്തിന് US സർക്കാരിനെ പ്രേരിപ്പിക്കാനായി പ്രസിഡന്റ് റൂസ്വെൽറ്റിന് ശാസ്ത്രജ്ഞന്മാരെഴുതിയ കത്തിൽ ഒപ്പുവെച്ചവരിൽ ആൽബർട്ട് ഐൻസ്റ്റൈനും ഉണ്ടായിരുന്നു.
വിനാശകരമായ ആയുധ നിർമ്മാണത്തിന് പ്രേരക ശക്തിയായതിൽ പിൽക്കാലത്ത് അദ്ദേഹം പശ്ചാത്തപിച്ചു. ജർമ്മനിയുടെ പക്കൽ അണുബോംബില്ലെന്ന് അറിഞ്ഞിട്ടും മൻഹാറ്റൻ എന്ന അണുബോംബ് ഉണ്ടാക്കാനുള്ള പ്രൊജക്റ്റുമായി US മുന്നോട്ട് പോവുകയായിരുന്നു. 1942 ഡിസംബർ 2 അവർ അതിൽ വിജയിച്ചു. ഹിരോഷിമയിലെ ആണവാക്രമങ്ങളുടെ ദുരന്തം പേറി ജീവിക്കുന്നവർ ഹിബാക്കുഷകൾ. ആയിരക്കണക്കിന് ഹിബാക്കുഷകൾ ജപ്പാനിലുണ്ടായിരുന്നു. അണുവികിരണത്തിന്റെ ഇരയായി ലോകത്തെ കരയിച്ച സഡാക്കോ സസുക്കി എന്ന ബാലിക. രോഗശയ്യയിൽ വെച്ച് അവൾ നിർമ്മിച്ച സഡാക്കോ കൊക്കുകൾ ഇന്നും ലോകമെങ്ങും യുദ്ധവിരുദ്ധ വികാരത്തിന്റെ പ്രതീകമാണ്. റേഡിയേഷൻ അളക്കുന്ന യൂണിറ്റാണ് ഗ്രേ. 5 ഗ്രേ ഉണ്ടെങ്കിൽ മനുഷ്യ ശരീരം മാരകമായ റേഡിയേഷന് വിധേയമായി. ഹിരോഷിമയിൽ ആണവ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാളുടെ താടിയെല്ല് പരിശോധിച്ച് നടത്തിയ പഠനത്തിൽ 9.46 ഗ്രേ റേഡിയേഷൻ ഏറ്റെന്ന് വ്യക്തമായി. അണുവായുധങ്ങളോട് അരുതേ എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനവും 9 നാഗസാക്കി ദിനവും ആചരിച്ചുകൊണ്ട് ലോകം. Let all the souls here rest in peace, for we shall not repeat the evil. സമാധാനമായി വിശ്രമിക്കൂ, ഇനിയെങ്കിലും തെറ്റ് നാം ആവർത്തിക്കാതിരിക്കട്ടെ. ലോകം അതുവരെ നേടിയ എല്ലാ വെളിച്ചവും കരിയായി മാറിയ നിമിഷം. ഗ്രൗണ്ട് സീറോയുടെ 1.5 കിലോമീറ്റർ ചുറ്റളവിലുണ്ടായിരുന്നവർ വെന്തുരുകിപ്പോയ ശേഷമുള്ള കാഴ്ചയാണിത്. 3 ലക്ഷം പേർ വസിച്ച ഹിരോഷിമ. അവിടെ 80,000 പേരും ആവിയായത് സെക്കൻഡിന്റെ പകുതി കൊണ്ട്. ജീവനോടെ പിന്നെയും ശേഷിച്ചവർ വികിരണത്താൽ നരകിച്ച് ഇഴഞ്ഞ് പുഴുത്തുമരിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അംഗഭംഗം സംഭവിച്ചു. ജൻബാഗു ഡോം അഥവാ ആറ്റമിക് ബോംബ് ഡോം എന്ന് വിളിക്കപ്പെടുന്ന എനിക്ക് പിന്നിൽ കാണുന്ന അസ്ഥികൂട സമാനമായ ഈ കെട്ടിടം മാത്രമാണ് അന്ന് ലിറ്റിൽ ബോയിയെ അതിജീവിച്ചത്. ഇന്നും സന്ദർശകരെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയായി ഇത് ഇവിടെ തന്നെയുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ജൻബാഗു ഡോം. ഹിരോഷിമയ്ക്ക് പിന്നാലെ ഓഗസ്റ്റ് 9 നാഗസാക്കിയിലെ പ്ലൂട്ടോണിയം ബോംബാക്രമണം. ഫാറ്റ്മാൻ അവിടെ കൊന്നൊടുക്കിയത് 40,000 പേരെ. ആകെ മരണം 70,000. ജീവനോടെ ബാക്കിയായവർക്ക് ഗുരുതരമായ പരിക്കുകളും ആണവ പ്രസരണം മൂലമുള്ള മാരക രോഗങ്ങളുമായി ശിഷ്ടജീവിതം. ജപ്പാനിലെ ഹിരോഷിമയും നാഗസാക്കിയും അങ്ങനെ ആണവായുധ സംഹാര ശക്തിയുടെ ആദ്യ ഇരകളായി. 2 നഗരങ്ങളിലുമായി മരിച്ചവർ 3.5 ലക്ഷത്തിലേറെ. ജീവൻ നഷ്ടമായ മറ്റു ജീവജാലങ്ങൾ അതിലും അനേക ലക്ഷം. ആ മനുഷ്യരും പക്ഷികളും മൃഗങ്ങളും ആരോടും യുദ്ധത്തിലായിരുന്നില്ല. അവർക്കൊന്നും നേടാനുമുണ്ടായിരുന്നില്ല. എത്ര പ്രായശ്ചിത്തം ചെയ്താലും എത്ര സഹസ്രാബ്ദങ്ങൾ ഉള്ളുലഞ്ഞ് കരഞ്ഞാലും കഴുകിയൊഴുക്കി കളയാനാകില്ല ഈ പാപക്കറ. എങ്കിലും അണ്വായുധവിരുദ്ധ പ്രതിജ്ഞയിലേക്ക് ലോകം മുഴുവൻ ഒരിക്കൽ കടക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഹിരോഷിമ ദിനത്തിലും നമ്മൾ.